എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും വിവാഹം കഴിച്ചവർക്കും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. നമ്മളൊക്കെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി എങ്ങനെ ആയിരിക്കണം ഉണ്ടാവുക എന്നത്. എല്ലാം ഫിസിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം പുറമേയുള്ള ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് വിവാഹത്തിന് മുമ്പെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് സിനിമാ നടന്മാരെ നടിമാരെ ആയിരിക്കും മെയിനായിട്ടൊരു മാതൃകയായിട്ട് കാണുക. എന്നാൽ അതിൽ പോലും ഓരോരുത്തർക്കും വേണ്ടത് ഓരോ ഫിലിം സ്റ്റാർസിൻ്റെയും ഓരോ ഗുണഗണങ്ങൾ അടങ്ങിയ ഒരു പങ്കാളിയെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലൊരു സൃഷ്ടിയെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് വരുന്ന ജീവിത പങ്കാളിയുടെ മുടി ഇങ്ങനെയായിരിക്കണം, കണ്ണിങ്ങനെയായിരിക്കണം, മൂക്ക് ഇങ്ങനെയായിരിക്കണം. അത് ഓരോ വ്യക്തികളെ കണക്കാക്കി അവരുടെ ഓരോരുത്തരുടെ ഓരോ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ മാതൃകയാക്കി അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മൾ കാഴ്ചയിൽ നമ്മൾ വിഭാവനം ചെയ്യുക. തീർച്ചയായും അത്തരം ഒരു വ്യക്തി ഇന്നത്തെ കാലത്ത് AI കൊണ്ട് നമുക്ക് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അത്തരത്തിലുള്ളൊരു നമ്മൾ വിചാരിക്കുന്ന അതേപോലെ ഒരു വ്യക്തി ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഓരോ വ്യക്തിയിൽ നിന്നും സോർട്ട് ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. തീർച്ചയായും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വലിയ കാഴ്ചപ്പാടോട് കൂടിയായിരിക്കും പലപ്പോഴും നമ്മുടെ പങ്കാളികളെ നോക്കുന്നത്, നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്നത് ഈ എല്ലാ ഗുണഗണങ്ങളും ഉള്ള വ്യക്തികളായിരിക്കില്ല എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു സന്തോഷകരമായിട്ട് നമ്മൾ വിചാരിച്ച ഒരു ജീവിത പങ്കാളിയെ കിട്ടി എന്നുള്ള ഒരു വലിയ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കുക? തീർച്ചയായും നമ്മൾ ഇത്തരത്തിലാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു ജീവിതമായിരിക്കും നയിക്കുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോ പങ്കാളികളെ അല്ലെങ്കിൽ ഒരു ഇണയെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ അനാദികാലം മുതലേ ഒരു ഇണയെ കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കേണ്ടത്. കാരണം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് മാച്ചായിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു വ്യക്തി തന്നെയായിരിക്കും. എന്നാൽ ഇത്തരത്തിലൊരു വ്യക്തിയെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിച്ച് നമ്മുടേതാക്കി മാറ്റാനായിട്ട് സാധിക്കുക? തീർച്ചയായും നമ്മൾ ചെറുപ്പം മുതലേ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. കുഞ്ഞിലെ മുതലേ തന്നെ എനിക്ക് ചേർന്നൊരു ഇണയെ തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ പങ്കാളിയെ നമ്മൾ സ്വീകരിക്കും, പക്ഷേ അവരെ നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിന പരിശ്രമം നടത്തും. ഈ ഒരു പരിശ്രമത്തിലാണ് പലപ്പോഴും പല കുടുംബജീവിതങ്ങളും തകർന്നു പോകുന്നത്. നമുക്കറിയാം, പല ലോഹങ്ങൾ കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട് ഓരോരുത്തരും. ഇപ്പോൾ പാത്രങ്ങളാണെങ്കിലും ശില്പങ്ങളാണെങ്കിലും ഇല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് പലതരം ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കുന്നുണ്ട്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്നുണ്ട്, ഗ്ലാസ് കൊണ്ടുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഒരു വിവാഹ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ലോഹം കൊണ്ട് നിർമ്മിച്ചതുപോലെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമുക്കത് നന്നായിട്ടൊന്ന് ചുട്ടുപഴുപ്പിച്ച് ഉരുക്കിയെടുത്താൽ പുതിയൊരു നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒന്നാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഒരു ശില്പമാണെങ്കിൽ ആ ശില്പത്തെ നമ്മൾ നന്നായി ഉരുക്കി അതിനുശേഷം അതിനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മോൾഡിലിട്ടാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ശില്പത്തെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതേപോലെ ഒരു ശില്പം ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ആ ഗ്ലാസ് ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് ഉരുക്കിയെടുത്ത് ചിലപ്പോൾ അതും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയതുപോലെ കുറച്ച് കുറവുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ ലോഹത്തിൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല നമുക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മളൊന്ന് പരുവപ്പെടുത്തി എടുക്കാനായിട്ട്, ഒന്ന് ഉടച്ചു വാർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഒന്ന് ഉരുക്കി വാർത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും നിഷ്ഫലമായിരിക്കും. കാരണം ആ മൺപാത്രം എങ്ങനെ ഉടഞ്ഞു പോകുന്നു അതുപോലെ ഈ വ്യക്തി തകർന്ന് തരിപ്പണമായി പോകും. അതായത് നമ്മുടെ ലഭിച്ച കുടുംബജീവിതം അത് ആദ്യത്തേതിനേക്കാളും കഷ്ടമായിട്ട് തകർന്നു പോകുന്നൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തികളെ ആശ്രയിച്ചാണ് നമ്മൾ ഈ ഒരു മോൾഡിങ് നടത്തുമ്പോൾ നമുക്ക് ആഗ്രഹിച്ച പോലെയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്,
നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിയെ അതേത് രൂപത്തിലോ ഭാവത്തിലോ സ്വഭാവത്തിലുള്ളതാണെങ്കിലും അത്യാവശ്യം ചില മാറ്റങ്ങളൊക്കെ വരുത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഉടച്ചു വാർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു വീടൊക്കെ റെനോവേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം വളരെ വലിയ സമയവും പണവും നമ്മുടെ അധ്വാനവും ഒക്കെ അതിന് വേണ്ടി വരും. എന്നാൽ ആ കിട്ടിയ ഭവനത്തെ അതുപോലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കൂടാതെ അതിൽ കയറി താമസിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സമയവും നമ്മുടെ എഫേർട്ടും ഒക്കെ വളരെ നമുക്ക് കുറച്ച് അതിനുവേണ്ടി യൂസ് ചെയ്താൽ മതി. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയ ജീവിത പങ്കാളിയെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ വിചാരിച്ച അതേപോലെ ഒരു വ്യക്തിയാക്കി ഈ വ്യക്തിയെ മാറ്റിയിട്ടേ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുള്ളൂ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുള്ളൂ എന്ന് വാശി പിടിച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതം കുറേ കാലം അങ്ങനെ കഴിഞ്ഞു പോകുന്നല്ലാതെ നമുക്ക് ആസ്വദിക്കാനുള്ള നമ്മുടെ കാലഘട്ടങ്ങളൊക്കെ കുറേ ലാപ്സായി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വിവാഹം കഴിഞ്ഞ പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും മാറ്റിവെച്ച് ദൈവം എനിക്ക് തന്നയണ അതെനിക്ക് യോജിച്ചതാണെന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടി അവരെ അതേപോലെ സ്വീകരിക്കാനായിട്ട് അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു കുഞ്ഞിലെ തന്നെ രൂപപ്പെടുത്തിയെടുത്തതാണ്. അത് ഉടച്ചു വാർക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെയുള്ള ഓരോ ശില്പങ്ങളും ഉടച്ചു വാർക്കുന്നത് പോലെ റിസ്ക്കാണ്. ചില വ്യക്തികൾക്ക് ഈ ഉടച്ചു വാർക്കലെയൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള പവർ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ മാത്രമേ നമുക്കൊന്ന് നന്നായി അടിമുടി ഉടച്ചു വാർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മണ്ണ് പോലെയോ അല്ലെങ്കിൽ കളിമണ്ണ് പോലെയും മറ്റ് തടി പോലെയൊക്കെ കുറച്ച് ബലം കുറഞ്ഞ മനസ്സിന് ബലം കുറഞ്ഞ അല്ലെങ്കിൽ മനഃശക്തി കുറഞ്ഞ വ്യക്തികളെയൊക്കെയാണ് ഈ ഉടച്ചു വാർക്കാൻ പോയതെന്നുണ്ടെങ്കിൽ അവർ പാടെ അവരുടെ മനോനില തകരാറിലായി അല്ലെങ്കിൽ തന്നെ ഒന്നിനും കൊള്ളില്ല, താൻ ഈ വ്യക്തിക്ക് യോജിച്ചതല്ല, തൻ്റെ ഈ ഉടച്ചു വാർക്കലെന്ന് പറയുന്നത് തന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇത്രമാത്രം എന്നിൽ പരിവർത്തനം ശ്രമിക്കാനായിട്ട് എൻ്റെ പങ്കാളി ശ്രമിക്കുന്നതെന്നുള്ള ഒരു വലിയ ചിന്തയോടുകൂടി അവർ മാനസികമായിട്ട് വളരെ ഡെസ്പായി പോകാനും അവരുടെ ജീവിതം തന്നെ ഒരു നാശത്തിൻ്റെ വക്കിലെത്താനും കാരണമാകും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ജീവിത പങ്കാളിയെ മനസ്സ് തുറന്ന് സ്നേഹിക്കാനോ അംഗീകരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി അധികം എക്സ്പെക്റ്റേഷൻസോ നമ്മുടേതായ കാഴ്ചപ്പാടുകളോ ചിലരൊക്കെ നഖം മുതൽ മുടി വരെ ഓരോ പാട്ടും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വരച്ചു വെച്ചതുപോലെയുള്ള ചില കൺസെപ്റ്റൊക്കെ ആയിട്ടാണ് കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ ഇതൊക്കെ പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ നടക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. തക്ക സമയത്ത് ഇടപെടുന്ന ദൈവം നമുക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തരും. അതുപോലെ തന്നെ ജീവിത പങ്കാളിയെ ലഭിച്ചവർ തങ്ങൾക്ക് ലഭിച്ച ജീവിത പങ്കാളിയെ ഇതുവരെ നടത്തിയ മാറ്റങ്ങളൊക്കെ മതി, ഇനിയുള്ളത് അവളിൽ നിൽക്കട്ടെ അല്ലെങ്കിൽ അവനിൽ നിൽക്കട്ടെ, ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് ആസ്വദിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.